അവസാനം ഞങ്ങൾ പറഞ്ഞ തന്നെ സംഭവിച്ചില്ല ഡോക്ടറെ. ഇതാ കോടതി വിധി വന്നിരിക്കുന്നു. കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഒരുപാട് പാർശ്വഫലങ്ങളുണ്ട്. ഇപ്പം നടക്കുന്ന മരണങ്ങൾക്കൊക്കെ ഉത്തരവാദി കോവിഡ് വാക്സിനാണെന്ന് ബോധ്യമായല്ലോ ഡോക്ടറെ. ഈ ദിവസം എൻ്റെ വാട്സപ്പ് പോസ്റ്റിൽ വന്ന ഒരുപാട് മെസ്സേജുകളാണിത്. എന്നോട് വാക്സിൻ കൊണ്ട് ഇതുപോലൊരു പാർശ്വഫലം അപൂർവമായി ഉണ്ടാവും എന്നുള്ളത് 2 വർഷം മുമ്പ് തന്നെ WHO പറഞ്ഞതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ, അഥവാ ഇതുപോലുള്ള എന്തെങ്കിലും പാർശ്വഫലങ്ങൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടാവുകയാണെങ്കിൽ എന്ത് പ്രോട്ടോക്കോളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള പ്രോട്ടോക്കോൾ വരെ WHO മുന്നോട്ട് വെച്ചതാണ്. പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഒരു മെഡിസിനും ഇല്ല, അതുപോലെ തന്നെ പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഒരു വാക്സിനും ഇല്ല. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഈ പാർശ്വഫലങ്ങളെക്കാളും എത്രയോ മടങ്ങ് അധികമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വാക്സിൻ എടുക്കുന്നത്. പക്ഷേ ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിങ് ശ്രദ്ധിക്കണം എന്ന് WHO മുന്നറിയിപ്പ് ചെയ്യുകയുണ്ടായി. 21 ദിവസമെങ്കിലും മിനിമം ഈ കോവിഡ് വാക്സിൻ എടുത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള അപൂർവമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഒരു കോംപ്ലിക്കേഷനെ കുറിച്ച് ഒന്ന് മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞത്. ഇന്ന് കോവിഷീൽഡും മറ്റു വാക്സിനെ പോലെ ഈ പാർശ്വഫലം ഉണ്ടാക്കും എന്നുള്ള കോടതി വിധി വന്നപ്പം വീണ്ടും നാടൊന്ന് പൊട്ടിത്തെറിച്ചിരി നിൽക്കുകയാണ്. വീണ്ടും വല്ലാത്തൊരു ഭീതി നിറഞ്ഞൊരു ആശങ്ക ഉണ്ടായിരിക്കും. ഇപ്പം ഉണ്ടാവുന്ന പല കാര്യങ്ങൾക്കും സ്വന്തം ജീവിതശൈലിയുടെ ഫലമായി നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹൃദ്രോഗങ്ങളും മറ്റും വർദ്ധിച്ചുകൊണ്ട് അതിനുപോലും ഈ കോവിഡ് വാക്സിനെ തന്നെ പഴി ചേരുന്ന സാഹചര്യം ഒന്നുകൂടി ശക്തമാവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വാക്സിൻ കൊണ്ട് ഈ പാർശ്വഫലങ്ങൾ എത്ര ഡ്യൂറേഷനിൽ വരാമെന്നാണ്? 42 ദിവസം വരെ മാക്സിമം. 21 എന്നാണ് കൂടുതലും പറയുന്നത്. മാത്രമേ ഈ ഒരു പാർശ്വഫലം വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ കോടതി വിധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കോടതിയിലേക്ക് ഒരു കേസ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് കിട്ടൂല. അതിനൊരുപാട് അങ്ങോട്ട് വാദി പ്രതിവക്കീൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ച് അതിന് ഇന്ന ആളാക്കി, അതിന് സാക്ഷിയെ വിളിച്ചു വരുത്തി, അതിന് ഇവരെ വിളിച്ചു വരുത്തി, ഈ പ്രോട്ടോക്കോളൊക്കെ കഴിയുമ്പോഴും ഓരോ സാക്ഷിയെ വരുന്ന സമയത്തും കോടതിയിൽ നിന്ന് ഒരു പ്രസ്താവന വരും. ആ പ്രസ്താവന വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുക്കും. പിന്നീട് അതിനെക്കുറിച്ച് ചർച്ചകൾ, അതുപോലെ ഒരു ചർച്ചകൾ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ പാർശ്വഫലം വരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, പാരസ്റ്റമോൾ ഓവർ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമല്ലേ. ഒരുപാട് മെഡിസിൻസ് കഴിച്ചിട്ട് കിഡ്നിക്ക് ലിവറിനൊക്കെ പാർശ്വഫലം വരും എന്നുള്ളത് അതിനെ തന്നെ എഴുതി വെച്ചതാണ്. അതുപോലത്തെ ഒരു സൈഡ് എഫക്റ്റിനെ ഇവർ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തു എന്ന് മാത്രമേ ഈ കോടതി വിധിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത് പാർശ്വഫലമാണ് ഈ കോവിഡ് വാക്സിൻ എടുത്താൽ അപൂർവമെങ്കിലും ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് അപൂർവമായി ഉണ്ടാക്കുന്ന ഈ പാർശ്വഫലത്തിന് വിളിക്കുന്ന പേര് TTS എന്നാണ്. ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലായോ? ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ടായി പോവുക. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്ന പ്ലേറ്റ്ലെറ്റ് ആണ് നമ്മൾ രക്തക്കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇതിൻ്റെ കൗണ്ട് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ത്രോംബോസൈറ്റോപീനിയ. നമ്മൾ ഇപ്പോൾ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആവുന്ന ആൾക്കാർ പറയാറില്ല, ആ കൗണ്ട് കുറഞ്ഞു പോയല്ലോ ഡോക്ടറെ, അവരെ കൗണ്ട് കുറവാണല്ലോ എന്ന് പറയാറില്ലേ. TTS വരുന്നൊരവസ്ഥയിൽ വാക്സിൻ എടുത്തതിന് ശേഷം TTS, ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം ഉള്ളവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചിലർക്ക് ശക്തമായിട്ടുള്ളൊരു തലവേദന അനുഭവപ്പെടും, ചിലർക്ക് ശക്തമായിട്ടുള്ളൊരു വയറുവേദനയായിട്ട് അനുഭവപ്പെടുന്നത്, ചിലർക്ക് കാലിൽ ഇങ്ങനെ നീര് വെച്ച് വരുന്നൊരവസ്ഥയായിരിക്കും കാണുക, ചില വല്ലാത്ത ഇങ്ങനെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ, ചിലർക്ക് ഒരുപാട് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഈ TTS കാണിക്കാറുണ്ട്. TTS എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒന്ന്, സാധാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറവാണോ എന്നുള്ളത് നോക്കുക, കൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തത്, ഈ എവിടെയെങ്കിലും ഈ ക്ലോട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമേജിങ് സ്റ്റഡീസ് ഉണ്ട്. CT സ്കാൻ അല്ല MRI സ്കാൻ, ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്തിട്ട് കണ്ടെത്തും. ഇനി TTS, ഒരാൾക്ക് TTS ഉണ്ടായി, അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യും, എന്നിട്ട് ഈ ക്ലോട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി കോയാഗുലേഷൻ തെറാപ്പിയാണ് കൊടുക്കുക. അതിൽ പക്ഷേ ഹെപ്പാരിൻ എന്ന് പറഞ്ഞത് അതിൽ കൊടുക്കൂല. ഹെപ്പാരിനും ഇതുപോലത്തെ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്, അത് കൊടുക്കൂല. പിന്നെ ചിലപ്പോൾ അപൂർവമായിട്ട് ചിലപ്പോൾ ഒരു പ്ലാസ്മ എക്സ്ചേഞ്ച് തെറാപ്പി ചെയ്യും. ഇനി വാക്സിൻ എടുത്ത് എപ്പോഴാണ് ഈ അവസ്ഥകൾ കാണുക എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. 1 വർഷം മുമ്പ് ഒരു വാക്സിൻ എടുത്ത ആൾക്ക് ഇപ്പോൾ അത് വരുമോ എന്ന് വെച്ചാൽ നോ. 21 ദിവസത്തിനുള്ളിലാണ് ഇത് കാണിക്കുക.
മനസ്സിലായില്ലേ? പ്രത്യേകം അത് ഓർക്കേണ്ടതുണ്ട്. പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ പറയാൻ കാരണം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വല്ലാതെ നിങ്ങൾ ആശങ്കപ്പെട്ട് നിൽക്കേണ്ട. സയൻറ്റിഫിക്കലായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് മുമ്പ് തന്നെ പറഞ്ഞ കാര്യം വീണ്ടും ഒന്ന് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് അതിങ്ങനെ പലർക്കും അങ്ങനത്തെ ഒരു ധാരണകളാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് പ്രത്യേകം ഞാനിത് ഓർമ്മിപ്പിച്ചത് ഈ ഒരു വിഷയം. ഓക്കെ, അപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല. ഓക്കെ, ബൈ.